നമസ്കാരം. ശിഷ്ടകാലം കേരളത്തിൽ CPIM-ൻ്റെ മാത്രം ഭരണമായിരിക്കും. അങ്ങനെ പടിപടിയായി CPIM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ എല്ലായിടത്തും കെട്ടിപ്പടുക്കാം എന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ ചിന്ത. പണ്ടൊക്കെ CPIM-ന് നിലം തൊടാൻ കഴിയാത്ത കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച് CPIM വളർന്നു പന്തലിച്ചപ്പോൾ ഇനി പാർട്ടി ഗ്രാമങ്ങളുടെ കാലമായിരിക്കും എന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ നനച്ചിരിക്കാതെയാണ് വർഗശത്രുക്കൾ രണ്ടു ഭാഗത്തു നിന്നും വളർന്നു പന്തലിച്ചത്. ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടി പുതുനിര നേതാക്കളെ ഇറക്കി അംഗം വെട്ടിയപ്പോൾ മറുവശത്ത് BJP അടിത്തറ മെച്ചപ്പെടുത്തി വളർന്നു വരുന്നു. തിരുവനന്തപുരം ജില്ല CPIM-നെ ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്. CPIM-ൻ്റെ കോട്ടകളായ നേമവും കഴക്കൂട്ടവും BJP പിടിച്ചു കഴിഞ്ഞു. മറ്റ് പല മണ്ഡലങ്ങളിലും BJP വലിയ നേട്ടമാണ് കൊയ്യുന്നത്. ഇതിൽ CPIM-നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കൈവിട്ടു പോയതാണ്. കോർപ്പറേഷൻ്റെ മേയറായി VV രാജേഷ് എന്ന പരിണിതപ്രജ്ഞനായ തലസ്ഥാനത്തെ BJP നേതാവ് ചുമതലയേൽക്കുന്നു. ചാനൽ ചർച്ചകളിലൂടെ മാത്രമാണ് നമ്മൾ VV രാജേഷിനെ മേയറാവുന്നതിന് മുൻപ് പരിചയപ്പെട്ടത്. നമുക്ക് അത്രമേൽ ഇഷ്ടം തോന്നാത്ത ഒരു കലിപ്പൻ്റെ രൂപമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. എന്നാൽ മേയർ പദവിയിൽ രാജേഷ് എത്തിയതോടെ സാഹചര്യം അടിമുടി മാറുന്നു. ശത്രുത തീർക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന വസ്തുത അവിടെ നിലനിൽക്കുമ്പോഴും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാജേഷ് നടത്തുന്ന ഇടപെടൽ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. വിഴിഞ്ഞത്തിന് സമീപം മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ച 300 വീടുകളുള്ള പിണറായി സർക്കാരിൻ്റെ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് രാജേഷ് വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. അവിടെ താമസിക്കുന്നവരുടെ ദുരിതം കേട്ടറിഞ്ഞ് രാജേഷ് അവിടെ ചെന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ തീരുമാനമെടുത്തു. അഴിമതിക്കാരെ ജയിലിലടയ്ക്കാനുള്ള നടപടിക്രമങ്ങളും സുരക്ഷ കരുതി അവിടെ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനും എന്നിട്ട് ബലപ്പെടുത്താനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാജേഷ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളയം മാർക്കറ്റിൽ രാജേഷ് നടത്തിയ ഇടപെടലാണ് വാർത്തകളിൽ നിറയുന്നത്. പാളയം കണ്ണിമാറ മാർക്കറ്റ് നമുക്കൊക്കെ അറിയാം. തിരുവനന്തപുരത്തിൻ്റെ ചങ്കായി നിൽക്കുന്ന പാളയം പള്ളിയോട് ചേർന്നാണ്. പാളയം ക്രിസ്ത്യൻ പള്ളിയും പാളയം മുസ്ലിം പള്ളിയും പാളയം ഗണപതി ക്ഷേത്രവും ഉൾപ്പെടുന്ന മതേതരത്വത്തിൻ്റെ പ്രതീകമായ പാളയം രക്തസാക്ഷി മണ്ഡപത്തോട് ചേർന്ന് കിടക്കുന്ന, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തോട് ചേർന്ന് കിടക്കുന്ന, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തോട് ചേർന്ന് കിടക്കുന്ന, സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് കിടക്കുന്ന, യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്ന് കിടക്കുന്ന പാളയം മാർക്കറ്റ്. ഈ പാളയം മാർക്കറ്റ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി CPM ഗുണ്ടകളുടെ നിയന്ത്രണത്തിലായിരുന്നു. നഗരസഭയുടെ ഭരണം അവർക്ക് മാത്രമായിരുന്നതുകൊണ്ട് ഒരു നിയമവും അവർക്ക് ബാധകമായിരുന്നില്ല. പാളയം മാർക്കറ്റിൽ അനധികൃതമായി യാതൊരു അനുമതിയുമില്ലാതെ നിരവധി ചെറിയ ചെറിയ നിർമ്മാണങ്ങൾ നടത്തി അവയൊക്കെ നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുക്കുന്ന മാഫിയ നിലവിലുണ്ടായിരുന്നു. നഗരസഭയ്ക്ക് ഒരു കൺട്രോളും അതിന് മേലുണ്ടായിരുന്നില്ല. മീൻ വിൽക്കാൻ വരുന്നവരടക്കമുള്ള, പച്ചക്കറി വിൽക്കാൻ വരുന്നവരടക്കമുള്ള സാധാരണക്കാരിൽ നിന്നും അവർ ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നു. ഒരു കൊട്ട മീനിന് 500 രൂപ എന്ന നിരക്കിനാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്ന് അവിടുത്തുകാർ പരാതിപ്പെടുന്നു. അനധികൃതമായി പണം കൊടുക്കുക, അനധികൃതമായി വാടക പിരിക്കുക, ഇവയൊക്കെയായിരുന്നു പാളയം മാർക്കറ്റിലെ CPM പിന്തുണയുള്ള ഗുണ്ടകളുടെ രീതി. CPM ഗുണ്ടകളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന പാളയം മാർക്കറ്റ് പിടിച്ചെടുക്കാൻ മേയർ രാജേഷ് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി രാജേഷും നഗരസഭാ കൗൺസിലർമാരും ഒന്നിലധികം തവണ പാളയം മാർക്കറ്റ് സന്ദർശിക്കുന്നു. ആളുകളോട് നിങ്ങൾ ഒരു കാരണവശാലും കപ്പം കൊടുക്കരുത്, നിർബന്ധിക്കുന്നവരുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അതിന് ഗുണമുണ്ടാവുകയും ചെയ്തു. ഒരു കുട്ടം മീൻ അച്ച വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നര തുടങ്ങിയല്ല, 45 വർഷമായിട്ട്, 45 വർഷം മുമ്പ് ഒരു പക്ഷേ 500 ആയിരിക്കില്ല, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ കൈവശം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന വനിത വന്ന് പരാതിപ്പെട്ടു. സെക്രട്ടറി അപ്പം തന്നെ അന്വേഷിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പിരിവുകളും നിർത്തിവെക്കാൻ ഒരു ഉത്തരവിട്ടു. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ പറയുന്ന അവിടെ നോട്ടീസ് ഒട്ടിക്കുന്ന പണമല്ലാതെ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ അവിടെ ബിസിനസ് നടത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ടീമിൽ ആരെങ്കിലും ഒരാൾ രാത്രി 12 മണിയുടെ കാണും. ആരെങ്കിലും ഈ ഇരിക്കുന്ന ഇവിടെ ഡയസിലിരിക്കുന്നതിൽ സെക്രട്ടറി കേട്ടത് 8-9 മണി വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാനൊരു 11-12 മണി വരെ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണും. നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയം ഇടപെടും. സകല അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാൻ
രാജേഷ് അവിടെ കടകൾ നടത്തുന്നവരും അതിൻ്റെ ഉടമസ്ഥവരെന്ന് അവകാശപ്പെടുന്നവർക്ക് നോട്ടീസ് കൊടുക്കുന്നു. പക്ഷേ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അവർ ഗവനിച്ചില്ല. CPM-ൻ്റെ ഗുണ്ടാബലത്തിൽ ചെറുത്തു നിൽക്കാം എന്നവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നലെ രാജേഷ് വൻ പോലീസ് സന്നാഹത്തോടെ അവിടെ എത്തി അനധികൃത കെട്ടിടങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചു കളഞ്ഞു. ഈ പ്രക്രിയയെക്കുറിച്ച് രാജേഷ് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. നിരവധി കാലങ്ങളായി അവിടെ വിലസുന്ന ചില പ്രാദേശിക സംഘങ്ങൾ അവരുടെ കയ്യൊക്കുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ അനധികൃത നിർമ്മാണം നടത്തി കൈയടക്കി വച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ട് മാംസ വിൽപ്പനയും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും നടക്കുകയാണ്. ഇതിൽ പലരും ഇങ്ങനെ കട കെട്ടിയിട്ടിട്ട് 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്കും, ഒരു ദിവസത്തേക്ക് 1000 2000 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ചേർന്ന ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ യോഗത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഞായറാഴ്ച ആയിരുന്നിട്ടും ആ പ്രശ്നത്തിൻ്റെ ഗൗരവം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇന്ന് ഡ്യൂട്ടി നിശ്ചയിച്ച് ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണമെന്ന് തോന്നിയ ബോധ്യമായ കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് ഇന്ന് പൊളിച്ചത്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. ഇതിൽ മറ്റൊന്ന് പറയുവാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകൾ സഹിതം മതിയായ ഘടകങ്ങൾ ഹാജരാക്കി ലൈസൻസ് നേടുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ഭരണസമിതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിൽ ഇടപെടും. അല്ലാതെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റണം. അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കോർപ്പറേഷന് ഒന്നും പൊളിച്ചു മാറ്റുവാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോകും. CPM അടപടലം പെട്ടിരിക്കുകയാണ്. നൂറ്റാണ്ടിലധികമായി കോർപ്പറേഷൻ്റെ ഭരണം CPM-നായതുകൊണ്ട് കോർപ്പറേഷന് നികുതി നഷ്ടം വരുത്തിക്കൊണ്ട് ഗുണ്ടാ പിരിവ് നടത്തി പാളയം മാർക്കറ്റിനെ മാഫിയ സെൻ്ററായി ഉപയോഗിച്ചിരുന്നവരാണ് ഇന്നലെ രാജേഷിൻ്റെ ബുൾഡോസറിന് മുമ്പിൽ തോറ്റമ്പി ഓടി രക്ഷപ്പെട്ടത്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല രാജേഷ് തൻ്റെ പോരാട്ടം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ മേയറുടെ കാലത്ത് തുടങ്ങിവെച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാളയം മാർക്കറ്റിൽ നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു തരത്തിലും പാളയം മാർക്കറ്റിലെ ഉപയോക്താക്കൾക്കോ അവിടുത്തെ കച്ചവടക്കാർക്കോ ഗുണം ചെയ്യാത്ത വിധത്തിൽ പണം അടിച്ചു മാറ്റുന്ന വലിയ അഴിമതിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ അന്വേഷണവും നടപടിയും ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ ശുദ്ധീകരിക്കാനുള്ള മേയർ VV രാജേഷിൻ്റെ ശ്രമം ജനപിന്തുണയോടെ മുന്നേറുമ്പോൾ BJPക്ക് മറ്റൊരു കരുത്തനായ നേതാവിനെ കൂടി ലഭിക്കുന്നു തലസ്ഥാനത്ത്. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രമുഖരായ 2 പേർ രാജീവ് ചന്ദ്രശേഖരും B മുരളീധരനും സഭയിലെത്തിക്കഴിഞ്ഞു. അതിനൊപ്പമാണ് മേയർ എന്ന നിലയിൽ രാജേഷിൻ്റെ അത്യുഗ്രൻ പ്രകടനം. 5 വർഷത്തെ രാജേഷിൻ്റെ മേയർ ഭരണം അവസാനിക്കുമ്പോൾ തിരുവനന്തപുരം പൂർണ്ണമായും BJPയുടെ നിയന്ത്രണത്തിലായി കഴിയും എന്ന് തന്നെയാണ് സഖാക്കൾ ആശങ്കപ്പെടുന്നത്.